CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് സ്വന്തം പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാക്കി. സഹോദരന്റെ ഭാര്യയെ പ്രസിഡന്റാക്കാൻ പാർട്ടി ചട്ടം പോലും രാഗേഷ് ലംഘിച്ചെന്നും കോൺഗ്രസ് ആരോപിച്ചു. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വീടിരിക്കുന്ന മുണ്ടേരി പഞ്ചായത്തിൽ വഴിവിട്ട ഇടപെടലുകൾ KK രാഗേഷ് നടത്തിയെന്നാണ് കോൺഗ്രസ് ആരോപണം. CPMലെ 2 ടേം വ്യവസ്ഥ മറികടന്ന് സഹോദരന്റെ ഭാര്യ അനുഷയ്ക്ക് സീറ്റ് നൽകി. ജനറൽ സീറ്റായിരുന്നിട്ടും സ്വന്തം വാർഡിൽ വീണ്ടും മത്സരിപ്പിച്ചു. അനുഷയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലനിർത്തുകയായിരുന്നു ലക്ഷ്യം. കഴിഞ്ഞ തവണ വനിതാ സംവരണമായിരുന്ന മുണ്ടേരി പഞ്ചായത്തിലെ പ്രസിഡന്റ് സ്ഥാനം ഇത്തവണയും അതേപടി തുടർന്നു. ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ KK രാഗേഷ് ഇടപെടൽ നടത്തിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അധികാര ദുർവിനിയോഗം നടത്തിയിട്ട് ആ നിലയിലുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം അത് നടത്തി. സ്വാധീനം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം വനിതയാക്കി മാറ്റി. ആ നിലയിൽ വന്നപ്പോൾ പാർട്ടി സഖാക്കന്മാർക്ക് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. പാർട്ടി ഗ്രാമത്തിൽ 50 വർഷമായി CPM കൈവശം വെച്ച ആ ഡിവിഷൻ വാർഡിൽ KK രാഗേഷിൻ്റെ ഭാര്യ അനുജൻ്റെ ഭാര്യയെ ഇപ്രാവശ്യം പരാജയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ CSR ഫണ്ട് ഉപയോഗിച്ച് നടത്തിയ വികസന പ്രവർത്തനങ്ങളിലെ അഴിമതി മറയ്ക്കുകയായിരുന്നു ലക്ഷ്യം. സ്കൂളിലെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന് സൊസൈറ്റിക്ക് അധികാരം നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കെ KK രാഗേഷ് അധികാര ദുർവിനിയോഗം നടത്തിയെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. അവിടെ സ്കൂള് അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട്. ആ ഓഡിറ്റോറിയത്തിനകത്ത് വാടക ദിവസം ലക്ഷക്കണക്കിന് രൂപയാണ്. ആ വാടക സാധാരണഗതിയിൽ സ്കൂളിൻ്റെ നിയന്ത്രണം ഗവൺമെൻറ് സ്കൂൾ ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ്. എന്നാൽ ജില്ലാ പഞ്ചായത്തിൽ കൊടുക്കാതെ ഈ സൊസൈറ്റിയിലേക്കാണ് ഫണ്ട് പോകുന്നത്. കേരളത്തിൽ എവിടെയും ഇല്ലാത്തൊരു സംവിധാനം. LDFന്റെ കൈവശമുണ്ടായിരുന്ന മുണ്ടേരി പഞ്ചായത്തിൽ ഇത്തവണ തുല്യമാണ് സീറ്റ് നില. നറുക്കെടുപ്പിലൂടെയാകും പ്രസിഡന്റിനെ തീരുമാനിക്കുക. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.